ആൻമരിയ. ഒരുപാട് കുടുംബിനികളും അയൽവാസികളും രക്ഷകർത്താക്കളും ഈ പാർക്കിൽ എത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പറയൂ ആൻമരിയ. എസ്കെൻ, ശരിയാണ്. രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം രാമചന്ദ്രന് ഇന്ന് ആ കുടുംബത്തിൻ്റെ മാത്രം ഒരു വേദനയല്ല, ഒരു നാടിൻ്റെ അല്ലെങ്കിൽ കേരളക്കരയൊന്നാകെ ഒരു ഇന്ത്യയുടെ മൊത്തത്തിലൊരു വേദനയാണ് രാമചന്ദ്രൻ. ഈ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മനസ്സിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഒരു മലയാളി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനയെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് പിന്നീട് രാമചന്ദ്രൻ എന്ന് പറയുന്ന 65 വയസ്സുള്ള ഇടപ്പള്ളി സ്വദേശി മാമ്പങ്കലം റോഡ് നീരാഞ്ജനം വീട്ടിലെ ആ രാമചന്ദ്രൻ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊരു വാർത്ത നമുക്ക് ലഭിക്കുന്നത് ഏറെ ഞെട്ടലുണ്ടാക്കുന്നതാണ്, വേദനയുണ്ടാക്കുന്നതാണ്. ആ ഒരു വാർത്ത കേരളക്കരയാകെ ഒന്നായി കേട്ടത് സ്വന്തം കുടുംബത്തിലെ ഒരു വാർത്ത എന്ന പോലെ തന്നെയാണ് കേട്ടത്. നമ്മൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു നാട് മുഴുവനും അവർക്കൊപ്പമാണ് എന്നുള്ള ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാണ്. വേറെ വേദനയുണ്ടാക്കുന്നതാണ്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാവരും ഇതിനോടകം തന്നെ ഈ ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കേരള ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. രാഷ്ട്രീയ രംഗത്തിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഷിബു തെക്കുംപുറം പോലെയുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദുബായിലായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ദുബായിൽ ബിസിനസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു രാഷ്ട്രീയ രംഗത്തും ഏറെ സജീവമായിട്ടിരിക്കുന്ന രാമചന്ദ്രൻ ആ നാടിന് മുഴുവനായിട്ടും ഏതൊരു പ്രശ്നത്തിലും ഒപ്പം മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഈ നാടിനു വേണ്ടി എല്ലാ കാര്യങ്ങളിലും നാടിനു വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് രാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്ത ഇങ്ങനെ ഒരു അകപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ പോലും ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ അന്ന് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. എത്രയധികം ആളുകളാണ് അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മകൾ ആരതിയെ നമുക്ക് കാണാം. ആരതിയുടെ കണ്ണിൽ നിന്നും ആ ഒഴുകുന്ന ആ കണ്ണുനീര്, അതൊരു കേരളത്തിൻ്റെ കണ്ണുനീരാണ്. ആരതിയുടെ ഇന്നലത്തെ വാക്കുകൾ അത് നമ്മൾ കേട്ടതാണ്. കേരളത്തിനാകെ അല്ലെങ്കിൽ ഇന്ത്യക്കാകെ പ്രചോദനം നൽകുന്ന, ഇന്ത്യയെ ഒരു വിഷയത്തിൽ ഭീകരാക്രമണത്തിനെതിരെ നിൽക്കുന്നവരാണ്, പക്ഷേ ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള ഇന്ത്യക്കാരുടെ മുഴുവൻ വാക്കുകൾ ആരതിയുടെ വാക്കുകളിൽ നമ്മൾ ഇന്നലെ കേട്ടതാണ്. ആരതി പറഞ്ഞത് എനിക്ക് 2 സഹോദരങ്ങളെ അവിടെ കിട്ടിയെന്നാണ്. ആ വാക്കുകൾ തന്നെ വ്യക്തമാണ് എസ്കെൻ. എന്താണ് നമ്മുടെ മനസ്സിലുള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ആരതി ഇന്നലെ പറഞ്ഞത് അപകടമുണ്ടായപ്പോൾ അച്ഛൻ മരണപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് എന്നെ അവിടെ നിന്ന് ഉണർത്തിയത്, എനിക്ക് അവിടെ നിന്ന് ഒരു വേക്കപ്പ് കോൾ പോലെ എനിക്ക് വന്നത് എൻ്റെ മക്കളുടെ വാക്കുകളാണ്. അമ്മേ എന്നുള്ള ആ ഒരു വിളിയാണ് എന്നെ അവിടെ നിന്ന് ഉയർത്തിയത് എന്നുള്ള ആരതിയുടെ വാക്കുകൾ, അല്ലെങ്കിൽ അഥവാ ഇവിടുത്തെ നാടിൻ്റെ അമ്മുവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അത് ഇന്നലെ മിനിസ്റ്റർ ആർ ബിന്ദു അവിടെ വന്നപ്പോൾ ആർ ബിന്ദു തന്നെ പറഞ്ഞത് എനിക്ക് ആരതിയെ കാണണമായിരുന്നു എന്നായിരുന്നു മിനിസ്റ്റർ തന്നെ പറഞ്ഞത്. കാരണം ആരതിയുടെ വാക്കുകൾ അത്രത്തോളം പ്രചോദനം നൽകുന്നതാണ്. ഒരു അവസരം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തളർന്നു പോകുകയല്ല, ഉയർത്തെഴുന്നേറ്റ് വരികയാണ് നിൽക്കേണ്ടത്, അതിനെതിരെ പോരാടുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടിയെന്നുള്ള ആ വാക്കുകൾ പോലും അത് നമുക്ക് പ്രചോദനം നൽകുന്നതാണ്. രാമചന്ദ്രൻ ഈ നാടിന് മുഴുവൻ ഒരു പൊതുപ്രവർത്തകനായി നിലനിൽക്കുന്ന ഒരാളാണ്. ബിസിനസ് രംഗത്തെ പ്രമുഖനാണ്. അങ്ങനെ എല്ലാ രീതിയിലും ആ കുടുംബം ഈ നാടിന് മുഴുവൻ, എടപ്പള്ളിക്കാർക്ക് മുഴുവൻ വേണ്ടപ്പെട്ടവരാണ്. പക്ഷേ ഇപ്പോൾ അവർ ആ എടപ്പള്ളിക്ക് മാത്രമല്ല, അത് ഈ നീണ്ട നിരയിൽ നിന്ന് തന്നെ രാവിലെ നമ്മൾ ഇവിടെ 5:30 ആയപ്പോൾ എത്തുന്നതാണ്. ആ ഒരു സമയത്തോടു കൂടി തന്നെ ഈ ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ രാവിലെയോടുകൂടി തന്നെ പോലീസ് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗത്തോടു കൂടി മാത്രം വാഹനങ്ങൾക്ക് കടന്നു വരാവുന്ന രീതിയിൽ ഗതാഗത നിയന്ത്രണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും എത്രത്തോളം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ള കാര്യം. കാരണം ഒരു രാജ്യത്തിൻ്റെ കണ്ണുനീരാണത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഒരു 9:30 വരെയായിരിക്കും എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ, ഈ നീണ്ട നിരയിൽ നിന്ന് മനസ്സിലാകുന്നത് അത് നീണ്ടു പോകാനൊരു സാധ്യതയുമുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് പാർക്കിൽ നിന്ന് ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ കഴിഞ്ഞ 22-ാം തീയതി പഹൽഗാമിലെത്തിയ ഈ കുടുംബത്തെ വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് രാമചന്ദ്രനെ തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ആരതി പേരക്കുട്ടികൾ, ഈ ചിത്രത്തിൽ കാണുന്ന പേരക്കുട്ടികൾക്കൊപ്പം നിൽക്കുമ്പോഴാണ് കണ്ണുമുന്നിൽ വെച്ച് അച്ഛൻ വെടിയേറ്റ് മരിച്ചത്. പൈൻമര കാടുകളിലേക്ക് കുട്ടികളെയും കൊണ്ട് ഓടിക്കയറുന്ന ആരതിയുടെ ചിത്രം കേരളം മറന്നുപോകില്ല. ആ സമയത്ത് ആൻമരിയുടെ അമ്മ ഷീല അവർ വണ്ടിയിലിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവർക്കൊക്കെ ജീവൻ നഷ്ടപ്പെട്ടത്. തീവ്രവാദികൾ എന്തോ ചോദിച്ച് അതിനുശേഷം ക്ലോസ് റേഞ്ചിൽ AK-47 വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 26 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യയിൽ
ഇന്ത്യയിൽ ഒരുപക്ഷെ പുൽവാമ സംഭവത്തിന് ശേഷം ഇന്ത്യ നടുങ്ങിപ്പോയ ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണമാണ് ഉണ്ടായത്. പാകിസ്ഥാൻ്റെ സഹായത്തോടെ, പാകിസ്ഥാൻ പൗരന്മാരുടെ പിൻബലത്തോടെ നടത്തിയ ഭീകരാക്രമണത്തിൽ 26 മനുഷ്യജീവനുകൾ, അതും നിരപരാധികളായ വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത്. അതിലൊരാൾ നമ്മുടെ ഇടപ്പള്ളിയിലെ രാമചന്ദ്രനായി. അദ്ദേഹം സഞ്ചാരം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. പലപ്പോഴും അദ്ദേഹം യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ഈ ആരതി മകൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. ഒരുപക്ഷെ അപാരമായ മനസാന്നിധ്യം കാണിച്ച ഒരു മകളാണ് ആരതി. പൈൻമര കാടുകളിലേക്ക് കുട്ടികളെയും കൊണ്ട് ഓടിക്കയറാൻ അച്ഛൻ്റെ മൃതദേഹം കണ്ടിട്ട് പോലും ധൈര്യം കാണിച്ച അവരുടെ ഒരുപക്ഷെ അവരുടെ നിലപാട് കേരളം ഒരിക്കലും മറക്കില്ല. കാര്യം കുട്ടികളെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി കാടുകളിലേക്ക് ഒളിച്ചിരിക്കാനും അത് കഴിഞ്ഞ് മടങ്ങി വരാനും പിന്നീട് ആശുപത്രിയിൽ പോകാനും ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്ത് എൻക്വസ്റ്റും സംസ്കാര നടപടികളും അതുപോലെ പോസ്റ്റ്മോർട്ടവും എല്ലാം ഒറ്റയ്ക്ക് നേരിട്ട മകളാണ് ആരതി. അവസാനം ആരതി തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ആരതിക്ക് നിയന്ത്രണം വിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാര്യം അവർ പിടിച്ചടക്കി വയ്ക്കുകയാണ് എല്ലാം. അവരുടെ വികാരങ്ങൾ അണപൊട്ടി ഒഴുകാതിരിക്കാനൊക്കെ അവർ നന്നായി പാടുപെടുന്നുണ്ടായിരുന്നില്ല വാർത്താ സമ്മേളനത്തിൽ. എന്നാൽ ഇന്ന് വെടിയേറ്റ് കൊല്ലപ്പെട്ട അച്ഛൻ്റെ മൃതദേഹം കൺമുന്നിലുള്ളപ്പോൾ ആരതിക്ക് ദുഃഖം അടക്കാൻ കഴിയുന്നില്ല. കാരണം അച്ഛൻ്റെ മരണം നേരിട്ട് കാണേണ്ടി വരുന്ന ഒരു മകളുടെ ഏറ്റവും അസുഖകരമായ സാഹചര്യത്തിനാണ് പകൽഗാമിൽ അവർ സാക്ഷ്യം വഹിച്ചത്. ഒരുപക്ഷേ പൈൻമര കാടുകളുടെ സൗന്ദര്യവും കാശ്മീരിൻ്റെ സ്വർഗീയ സൗന്ദര്യവും ആസ്വദിക്കാൻ പോയ വിനോദസഞ്ചാരികളാണ് ഈ തീവ്രവാദികളുടെ നിറതോക്കുകൾക്ക് മുമ്പിൽ ഇരയായത് എന്ന കാര്യം ഓർക്കുമ്പോൾ ഈ നാട് വല്ലാതെ നടുങ്ങിപ്പോകുന്നു. ഇവരെ ഒക്കെ തന്നെ ഒരുപക്ഷേ ഇവർക്കൊക്കെ തന്നെ ജീവൻ നഷ്ടപ്പെടാൻ കാരണക്കാരായ തീവ്രവാദികൾക്കും അവർക്ക് പിൻബലം നൽകിയ ആളുകൾക്കും ഒരിക്കലും രാജ്യം മാപ്പ് നൽകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു. തിരിച്ചടി അവർക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം നന്നായി വഷളായി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു യുദ്ധമില്ലാ കരാർ, നോ വാർ പാക്ട് എന്ന് പേരിട്ട് വിളിച്ച സിംല കരാർ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ റദ്ദ് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല, സിന്ധു നദീജല കരാർ നമ്മൾ മരവിപ്പിച്ച് കഴിഞ്ഞു. ഇങ്ങനെയുള്ള രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ രാജ്യത്തുണ്ടാക്കാൻ ഈ 26 പേരുടെ കൊലപാതകങ്ങൾ വഴിതെളിച്ചിട്ടുണ്ട്. നിരപരാധികളായ മനുഷ്യരെ വേട്ടയാടാൻ തീവ്രവാദികൾക്ക് തെല്ലൊരു മനസ്താപം പോലും ഇല്ല എന്നവർ പുൽവാമയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പുൽവാമയിൽ നമ്മുടെ വീരജവാന്മാരാണ് വീരമൃത്യു വരിച്ചതെങ്കിൽ ഇവിടെ നിരപരാധികളായ, ജീവിതത്തിൽ ഒരിക്കൽ പോലും തോക്കേന്തിയിട്ടില്ലാത്ത മനുഷ്യനാണ് കൊല ചെയ്യപ്പെട്ടത്. ഒരുപക്ഷെ ആരതിയുടെ വിഷം വേദന, ഒരുപക്ഷെ സ്വന്തം അച്ഛനെ നിറതോക്കിൻ്റെ മുന്നിൽ നിൽക്കുന്ന അച്ഛനെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയാതെ പോയ ഒരു മകളുടെ വേദന മുഴുവൻ ഉൾക്കൊണ്ടാണ് ഇപ്പോൾ ആരതി അച്ഛൻ്റെ മൃതദേഹത്തിനുള്ളിൽ ഇരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയും. ശ്യാംകുമാർ വീണ്ടും ചേരുകയാണ്. ചങ്ങമ്പുഴ പാർക്കിൽ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി കഴിഞ്ഞു. ഈ ക്യൂ ഒക്കെ തന്നെ ചെന്നലയ്ക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ കാതുകളിലേക്കാണ്. തീവ്രവാദത്തിന് നമ്മുടെ പിൻബലമില്ല, തീവ്രവാദികളെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കുമെന്ന് ഉരുവിട്ടുകൊണ്ട് നമ്മുടെ ആളുകൾ ഈ ദുഃഖത്തിൽ പങ്കുചേരാൻ എത്തിയിരിക്കുക. കണ്ണീരോടെ എൻ രാമചന്ദ്രൻ ചങ്ങമ്പുഴ പാർക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 9:30 മണി വരെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ അവിടെ ഉണ്ടാകുക. പേരക്കുട്ടികൾ, ഒരുപക്ഷെ ജീവിതത്തിൽ നിറതോക്കുകൾ ശബ്ദിക്കുന്നത് കാണേണ്ടി വരുന്ന ഈ പേരക്കുട്ടികളുടെ സാന്നിധ്യത്തിലാണ് രാമചന്ദ്രന് വിയോഗമുണ്ടായത് എന്നുകൂടി അറിയുമ്പോഴാണ് ഈ വേദന നമ്മൾ ഇരട്ടിക്കുന്നത്. ശ്യാംകുമാർ ചേരുന്നു. പറയൂ ശ്യാംകുമാർ. എസ് കെ എൻ പറഞ്ഞ പോലെ തന്നെ ഈ ചങ്ങമ്പുഴ പാർക്കിലേക്ക് ഈ രാവിലെ ഒഴുകിയെത്തുന്നത് ആയിരങ്ങളും പതിനായിരങ്ങളുമാണ് എസ് കെ എൻ. കാരണം ഈ രാജ്യത്തിൻ്റെ ഒരു നിരപരാധി, അത് തീവ്രവാദികളുടെ തോക്കിനു മുന്നിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടുവെങ്കിലും ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് എസ് കെ എൻ ആ ജനക്കൂട്ടം ഇങ്ങോട്ടെത്തുകയും രാമേന്ദ്രനും കുടുംബത്തിനും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. എസ് കെ എൻ ഏതായാലും വലിയൊരു ജനക്കൂട്ടം ആണ് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ മന്ത്രി പി രാജീവിന് പിന്നാലെ നടൻ ജയസൂര്യ അടക്കമുള്ളവരും ഇവിടെ ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് എത്തുന്നത്. ഇപ്പോൾ RSS നേതാവ് വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് എത്തുകയും ചെയ്യുന്നുണ്ട് എസ് കെ എൻ. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം എത്തുന്നത് അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ നിരപരാധികളായ പാവം ജനങ്ങളുടെ നഷ്ടപ്പെട്ട ജീവന് അത് വലിയ വില നൽകേണ്ടി വരുമെന്ന് നമ്മുടെ രാജ്യം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർക്ക് ആ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ആ കുടുംബത്തെ നേരിൽ കാണാനും സമാശ്വസിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് ഉണ്ടായ നഷ്ടം അത് ആശ്വാസങ്ങൾക്കും മറ്റും അപ്പുറമാണ് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വലിയൊരു സന്തോഷത്തോടുകൂടി വിഷു ആഘോഷിച്ച്
കൊച്ചുമക്കളുമൊപ്പം അവധിക്കാലം ആഘോഷിക്കാനായി കാശ്മീരിലേക്ക് പോയ ഒരു കുടുംബം. ആ കുടുംബത്തിന് മുന്നിലേക്ക് നിറതോക്കുകളുമായി എത്തിയ ഭീകരവാദികൾ അതിൽ ആ കുടുംബനാഥനെ, രാമേന്ദ്രൻ എന്ന് പറയുന്ന കുടുംബനാഥനെ, സ്വന്തം മകളുടെയും കൊച്ചുമക്കളുടെയും, ആ കൊച്ചുമക്കൾക്ക് 6 വയസ്സ് മാത്രമാണ് പ്രായമെന്നുള്ളതാണ് അതിലെ ഏറ്റവും ഭീകരമായ വലിയൊരു വസ്തുത. അവരുടെ മുന്നിൽ വെച്ച് തോക്ക് ചൂണ്ടി വെടിവെച്ച് കൊല്ലുന്നു. അത് കണ്ടോട് നിൽക്കുമ്പോഴും ആ മകൾ ആരതി, ആ 2 കുഞ്ഞുങ്ങളെ അവിടെ നിന്ന്, അവരുടെ കരച്ചിലിനിടയിൽ അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. പിന്നീട് അവിടെ കാശ്മീരി പ്രാദേശികമായി അവർക്ക് കിട്ടിയ സഹായത്തെക്കുറിച്ചും നാട്ടിൽ തിരിച്ചെത്തുന്നതുവരെ അവർക്ക് ലഭിച്ച സ്നേഹത്തെക്കുറിച്ചുമൊക്കെ അവർ അവിടെ പറയുന്നു. ആ കുടുംബമാണ് SKN ഇന്നിപ്പോൾ ഈ നാടിൻ്റെ മുഴുവൻ സങ്കടങ്ങളും ആ നാടിൻ്റെ മുഴുവൻ പിന്തുണയും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ ചങ്ങമ്പുഴ പാർക്കിൽ തുടരുന്നത്. ഈ നാട് ആ കുടുംബത്തോട് ഒന്നടങ്കം പറയുന്നത് ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് തന്നെയാകും SKN. കാരണം ആ കുടുംബം വളരെ സന്തോഷത്തോടുകൂടി പോയി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചൊരു കുടുംബത്തിനാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു പിടി നിരപരാധികളുടെ ജീവനാണ് ആ ഭീകരവാദികൾ കവർന്നെടുത്തത്. പക്ഷേ ഈ നാട് അവരോടൊപ്പമാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അതുതന്നെയാണ് ഇവിടുത്തെ ഈ ജനക്കൂട്ടം വിളിച്ച് പറയാതെ സമാധാനപരമായി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പോകുമ്പോഴും പറയുന്നത്. നേരത്തെ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും പറഞ്ഞതും അതുതന്നെയാണ്. ഭീകരവാദത്തെ എല്ലാ അർത്ഥത്തിലും നേരിടാൻ ഈ നാട് ഒരുമിച്ച് നിൽക്കും എന്ന് പറഞ്ഞത്. അത് ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും വികാരമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. അതുതന്നെയാണ് ഈ നാട് മുഴുവനായി പറയുന്നത്. രാവിലെ 9:30 വരെയാണ് SKN ഇവിടെ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ 2 ഗവർണർമാർ, അത് കേരള ഗവർണറും ഗോവ ഗവർണറും ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് എത്തുന്ന സാഹചര്യത്തിൽ കൊച്ചി നഗരത്തിൽ കുറച്ച് ഗതാഗത നിയന്ത്രണങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും വലിയ ആൾക്കൂട്ടം ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നു, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ വരുന്ന പലർക്കും രാമചന്ദ്രനെ പേരെടുത്ത് വിളിച്ച് പരിചയമുള്ള ആളുകളാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം. കാരണം അത്ര വലിയ സൗഹൃദ വലയം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് N രാമചന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തി ഈ പ്രദേശത്തുകാർക്കും അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും പരിചയപ്പെട്ടവർക്കും പ്രിയങ്കരനാക്കി തീർത്തത്. ആ പരിചയം ഒരു വാക്കിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു. പിന്നീട് അത് സ്ഥിരമായി നിലനിർത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ ബന്ധങ്ങളൊക്കെ വിളക്കിച്ചേർത്ത് സൂക്ഷിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് അദ്ദേഹത്തെ പരിചയമുള്ള ഓരോരുത്തരും കഴിഞ്ഞ 2 ദിവസങ്ങളിലും നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. SKN അത്ര വലിയൊരു സൗഹൃദ വലയത്തിന് ഉടമ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അവരോരോരുത്തരും നിറകണ്ണുകളോടെ ഈ ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. തങ്ങളോട് കഴിഞ്ഞ ദിവസം വരെ സംസാരിച്ചിട്ട് പോയ കുഞ്ഞുങ്ങളോടൊപ്പം അവിടെ ടൂർ പോയി തിരിച്ചു വരാം, എന്നിട്ട് കാണാം എന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാമെന്ന് പറഞ്ഞു പോയ ഒരു കൂട്ടുകാരൻ, സഹോദരൻ, അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ ഇന്നലെ അമേരിക്കയിൽ നിന്നും വന്നപ്പോഴും അതുതന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ അനൂപ് ജേക്കബ്, പിറവം MLA അനൂപ് ജേക്കബ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം രാമേന്ദ്രൻ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ വലിയ ബന്ധം കാത്തുസൂക്ഷിച്ച ഒരു കുടുംബനാഥൻ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ആ മൃതദേഹ പേടകത്തിന് മുന്നിൽ വരുമ്പോൾ കണ്ണു നിറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മളിവിടെ ഈ പൊതുദർശനം ആരംഭിച്ച ശേഷം പലവട്ടം ആ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണുകയും ചെയ്തു. അങ്ങനെ വിവിധ ആളുകൾ അദ്ദേഹത്തിനെത്തി. നേരത്തെ പോലീസ് ഓഫീസർമാരെത്തി സല്യൂട്ട് ചെയ്താണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഒരേപോലെ ഞങ്ങളുടെ വീട്ടിലെ ഒരു ദുഃഖമായി കണക്കാക്കിക്കൊണ്ടാണ് ഓരോരുത്തരും എത്തുന്നത്. കാരണം നമ്മുടെ സഹോദരനാണ്, നമ്മുടെ ഒരു സുഹൃത്തായിരുന്നു എന്ന രീതിയിലാണ് ഓരോരുത്തരും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. SKN ആ ക്യൂവിന് ഒരു കുറവുമില്ല ഇങ്ങോട്ട് ചങ്ങമ്പുഴ പാർക്കിലേക്ക് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാരിക്കേഡ് വെച്ച് നടത്തിയ ആ ക്യൂവിൽ കാത്തുനിന്ന് തങ്ങളുടെ ഊഴം എത്തുന്നത് വരെ കാത്തുനിന്നാണ് ഓരോരുത്തരും ഇങ്ങോട്ടെത്തുകയും ആ കുടുംബത്തെ. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം തുടരുകയാണ്. പഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന് വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ് നാട് മുഴുവൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഒഴുകി എത്തുകയാണ്. രാവിലെ മുതൽ തന്നെ പ്രവാഹം തുടരുകയാണ്. കണ്ണീർ പ്രണാമത്തിൽ നാട് നടുങ്ങി നിൽക്കുന്ന വേളയിൽ ഈ തീവ്രവാദികൾക്കായിട്ടുള്ള തെരച്ചിൽ പഹൽഗാമിലും പരിസര പ്രദേശങ്ങളിലും പുരോഗമിക്കുകയാണ്. പൈൻമര കാടുകളിൽ ഇവിടെ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികൾക്ക് വേണ്ടി നമ്മുടെ സൈന്യം വിശ്രമമില്ലാതെ അന്വേഷണം നടത്തുകയാണ്. തെരച്ചിലിൽ ഇവർ ഒളിച്ചിരിക്കുന്ന താവളങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് സൈന്യത്തിൻ്റെ പ്രതീക്ഷ. മാത്രവുമല്ല, അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന പഴുതുകളെല്ലാം സൈന്യം അടച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഒരുപക്ഷെ ഇത്തരം തീവ്രവാദി ആക്രമണങ്ങൾ ഒരു കാരണവശാലും ഇനി രാജ്യത്തുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധമായ നീക്കങ്ങളും നമ്മുടെ സൈന്യം നടത്തുന്നു എന്നുകൂടി വാർത്ത വരുന്നു.